പ്ലാൻ ബി ആണല്ലോ ഇതെല്ലാം. പ്ലാൻ ബി ഇന്നുവരെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സുപ്രീം കോടതി പോയി കേസ് നടത്തിയിട്ടുണ്ടോ? ഇന്ത്യയിൽ ഇന്നുവരെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും ഡൽഹിയിൽ പോയിട്ട് ഞങ്ങൾക്ക് തരാനുള്ള പണം തരണമെന്ന് പറഞ്ഞ് ഇങ്ങനൊരു സമരം നടത്തിയിട്ടുള്ളൂ? പ്രത്യേക വിഷയങ്ങളിൽ പോയിട്ടുണ്ട് നേരത്തെ. കേരളത്തിലെ അസംബ്ലി പാസ്സാക്കിയത് മാത്രമല്ല, ഇന്ത്യയിലാകെയുള്ള മാധ്യമങ്ങൾ നിങ്ങൾ ഇന്നും എടുത്തു നോക്കിക്കോളൂ. ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യും, ഇൻ്റർനാഷണൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട വാരികൾ ഫ്രണ്ട് ലൈൻ പോലെയൊക്കെയുള്ള കവർ പേജ് തന്നെ ഫാക്ച്വേർഡ് ഫെഡറലിസം എന്നാണ് ഒരു കവർ പേജിനകത്തെ മാറ്റർ. ഇന്ത്യയിലാകെയുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് തന്നെ പത്രപ്രവർത്തകർ വിളിച്ചിരുന്നു. കാരണം ഇത് പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒരു പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ആകെ സംഘടിപ്പിച്ചുകൊണ്ട് ഇക്കാര്യത്തിന് നേരെ നിൽക്കുക. ഇന്നിപ്പോൾ ഏത് ഗ്രാമപ്രദേശങ്ങളിൽ ചെന്നാലും ഞങ്ങളൊക്കെ ജനപ്രതിനിധികളെന്ന നിലയിൽ ആളുകളുടെ അടുത്ത് പോകുന്നതാണല്ലോ. അപ്പോൾ സാറേ കുഞ്ഞെ അവർ തരുന്നില്ലല്ലേ എന്ന ആൾക്കറിയാം. അവർ തരാനുള്ളത് തരുന്നില്ല എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് തരാനുള്ളത് തരുന്നില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് എത്തി. അപ്പോൾ പ്ലാൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായൊരു പ്ലാൻ ഉണ്ടാക്കി ഇത് കഴിഞ്ഞാൽ ഇത്ര പൈസ ഇല്ല, ഞങ്ങൾ ഇത്ര പൈസ എടുക്കുമെന്നാണ്. സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വക്കീൽ പറഞ്ഞു പ്ലാൻ ബി ഉണ്ട് സാർ അവർക്ക്. മൈ ലോഡ്സ്, ദേ ഹാവ് എ പ്ലാൻ ബി ഓൾസോ എന്നാണ് പറഞ്ഞത്. പ്ലാൻ ബി ഈസ് ദിസ് ദാറ്റ് വി ഹാവ് ടു ഗോ ടു ദ പീപ്പിൾ, വി ഹാവ് ടു ഗോ ടു the highest judicial body in the country, we will go to the people, it will be an issue in the country and we have to raise this issue as a federal issue. It's a matter of concern among all the people. അത് ഞങ്ങൾ അത് പറയുക എന്നുള്ളതാണ്. അതാണ്, അല്ലാതെ ഇഷ്ടംപോലെ പണം മാറ്റി വെച്ചിട്ട് ബി നിലവറ തുറന്നാൽ അവിടുന്ന് കുറേ പണം കിട്ടുമെന്നല്ല. ജനങ്ങളുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞിട്ടാണ് കിട്ടേണ്ട കാര്യങ്ങൾ അർഹമായത് കിട്ടും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവിയിലായാലും ധനകാര്യ കമ്മീഷനുകൾ നിശ്ചയിക്കുമ്പോൾ തീരുമാനങ്ങൾ വരുമ്പോൾ ഇതിൻ്റെയൊക്കെ മാറ്റം ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ട് ബേസ്ഡ് ഓൺ ഫാക്ട്സ് ആണ്, അല്ലാതെ വെറുതെ അല്ല. രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ ചുമ്മാതെ പ്രസംഗിച്ചതല്ല. ഞങ്ങൾ ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അതിൻ്റെ ഗുണമുണ്ടാവും. അതിനൊപ്പം ഒരു കാര്യം കൂടി ഞങ്ങൾ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ അമിത ചിലവാണെന്നാണല്ലോ ഇവർ പറയുന്നത്. അമിത ചിലവാണ്, കേരളത്തിന് ഭയങ്കര ചിലവാണ്. ശരിയാണ്. എന്നോട് ഈ GST കൗൺസിലിന് പോകുമ്പോൾ ഒരു സുഹൃത്തായ ധനകാര്യമന്ത്രി മറ്റൊരു സ്റ്റേറ്റിൽ അദ്ദേഹം പറഞ്ഞു, I have 27,000 crores as surplus in this year. ഈ വർഷം എനിക്ക് 26,000-27,000 കോടി രൂപ അധികമുണ്ട്, ചിലവാവാതെ, കമ്മിയല്ല, മിച്ചം. പക്ഷേ ആ സ്റ്റേറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ സ്റ്റേറ്റിലേക്ക് അടക്കം തൊഴിൽ തേടി വരുന്നത്. ബംഗാളല്ല, അല്ല ഞാൻ പറഞ്ഞത് നേരത്തെ ബംഗാളി അല്ല, ഞാൻ സ്റ്റേറ്റുകളൊന്നും എടുത്ത് പറയുന്നില്ല. വരൾച്ച ബാധിച്ചിട്ട് ഏറ്റവും കൂടുതൽ ആദിവാസികൾ പട്ടിണി കിടന്ന് മരിച്ചിട്ടുള്ളതും അങ്ങനെ ഒരു സ്റ്റേറ്റാണ്. ഇത് നമ്മുടെ പെട്ടിക്കകത്ത് പണം കൂട്ടി വെക്കാനല്ല. ഈ ബുദ്ധിമുട്ടുണ്ട്. കേരളത്തിൽ ഇങ്ങനെയാണ്, ഇവരുടെ ആകെ മിസ്മാനേജ്മെൻ്റ് ആണെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി എന്ന് പറയുമ്പോൾ 24 അവാർഡാണ് കേരള സംസ്ഥാനത്തിന് കേന്ദ്ര ഗവൺമെൻറ് നീതി ആയോഗ് ഈ കഴിഞ്ഞ വർഷം തന്നത്. 24 അവാർഡ്. ഏറ്റവും നല്ല വിദ്യാഭ്യാസം, ഏറ്റവും നല്ല ആരോഗ്യരംഗത്തെ പ്രവർത്തനം, മാതൃമരണ നിരക്ക് കുറവ്, ശിശുമരണ നിരക്ക് കുറവ്, 100% ലിറ്ററസി, ഹയർ എഡ്യൂക്കേഷനകത്ത് ബെനിഫിറ്റ്, നമ്മുടെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, മാലിന്യമുക്തമായിട്ടുള്ള കാര്യങ്ങൾ, ലൈഫിൻ്റെ പദ്ധതി ഞാൻ എടുത്ത് പറയുന്നില്ല. പത്രപ്രവർത്തനത്തിൻ്റെ സ്വാതന്ത്ര്യം ഉൾപ്പെടെ. നിങ്ങൾക്ക് അറിയാമല്ലോ, മറ്റേ ഡൽഹിയിലൊരു പ്രകടനം നടത്തണമെങ്കിൽ എങ്ങനെ ഇപ്പോൾ നടത്താൻ പറ്റുന്നതെന്നൊക്കെ എൻ്റെ സുഹൃത്തുക്കളും നിങ്ങളുടെ സുഹൃത്തുക്കളും ധാരാളം ഉണ്ടല്ലോ അവിടെ. അങ്ങനെ പറയുന്നു. അപ്പോൾ എന്താണ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ? ഭരണത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താ? ആത്യന്തിക ലക്ഷ്യം എല്ലാവരെയും പിടിച്ച് ജയിലിലടക്കലല്ല, അമ്പലത്തിൽ പോകുന്നവരെയും പള്ളിയിൽ പോകുന്നവരെയും അതിൻ്റെ പേര് ഡിവൈഡ് ചെയ്ത് ഇല്ലാതാക്കലല്ല. മനുഷ്യന് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. ലോകത്തെ ഏറ്റവും വികസിതമായ രാജ്യങ്ങളുള്ളതിനേക്കാളും അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യം, എല്ലാ കാര്യമുണ്ട്. വീടില്ലാത്ത ഒരാൾ പോലും അവശേഷിക്കാത്തൊരു സ്റ്റേറ്റായിട്ട് കേരളം മാറും അടുത്ത 3 വർഷം കൊണ്ട്. ഇനിയിപ്പോൾ ഒരു 3-3.5 ലക്ഷം പേർക്ക് കൂടെ വീട് കൊടുത്താൽ എല്ലാവർക്കും വീടായി. അങ്ങനൊരു സ്റ്റേറ്റിന് വേണ്ടി, അങ്ങനൊരു കാര്യത്തിന് വേണ്ടി പണം ചിലവാക്കുമ്പോൾ അത് അനാവശ്യമാണ്, ധൂർത്താണ് എന്ന് കേന്ദ്ര മന്ത്രി തന്നെ വന്ന് പറയുക. എന്നിട്ട് കഴിഞ്ഞ ദിവസം പറയുക മിസ്മാനേജ്മെൻ്റ് ആണെന്ന്. ഇവരെ ഇനി എത്ര വർഷം കഴിഞ്ഞാലായിരിക്കും ഇന്ത്യയിലാകെ, ഒരു 100 വർഷം കഴിഞ്ഞാലായിരിക്കും ഇന്ത്യയിൽ ആകെ കേരളത്തിലുണ്ടായ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക. അത്രയും ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ നമ്മൾ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാനാണ്. ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് ആരോഗ്യമേഖലയിൽ ചിലവാക്കാനാണ്. പൊതു റോഡുകളും അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം ഉണ്ടാക്കിക്കൊണ്ടുണ്ടായ കേരളത്തിലെ നേട്ടമാണ് വാസ്തവത്തിൽ ഏറ്റവും പ്രധാനം. അത് മിസ്മാനേജ്മെൻ്റ് അല്ല. ഇനിയും അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ, കുട്ടികൾക്ക് പഠന സൗകര്യം കിട്ടാൻ, എല്ലാവർക്കും ഉച്ചഭക്ഷണം കൊടുക്കാൻ, എല്ലാ ആശുപത്രികളിലും മരുന്നുണ്ടാക്കാൻ, എല്ലാമുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യും. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപം ഹ്യൂമൻ ക്യാപിറ്റലാണെന്നാണ് കേരളം വിശ്വസിക്കുന്നത്.
വഴുനീളെ കിടക്കാൻ സ്ഥലമില്ലാതെയും റെയിൽവേ സ്റ്റേഷനിലും റോഡ് വക്കിലുമൊക്കെ കിടന്നും മരുന്ന് കിട്ടാതെ മരിച്ചും പോകുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുള്ള ഒരു ഇന്ത്യ അല്ല. എല്ലാവർക്കും സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും സുരക്ഷിതമായി നടക്കാൻ പറ്റുന്ന, അഭിപ്രായം പറയാൻ പറ്റുന്ന, അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകാൻ സുരക്ഷിതമായി പറ്റുന്ന, പോവാതിരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമുള്ള ഒരു നാടാണ്. അത്തരം ഒരു നാടിനെ പറ്റി മനസ്സിലാവണമെങ്കിൽ BJP നേതാക്കന്മാർക്ക് പറ്റില്ല. കാരണം അവരുടെ രാഷ്ട്രീയം വളരെ സങ്കുചിതമാണ്. അതുകൊണ്ട് ഈ ഡെവലപ്മെൻറ്റ് സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ വ്യത്യാസമുണ്ട് അവരും നമ്മളും തമ്മിൽ. ആ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. പക്ഷേ കേരളീയർക്ക് മനസ്സിലാവും എല്ലാവർക്കും സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേരളം എന്നുള്ളതാണ് നമ്മളെല്ലാം ലക്ഷ്യം വെക്കുന്നത്. നമ്മൾ മാത്രമല്ല, നമ്മുടെ പൂർവികരും അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമുക്കിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അദ്ദേഹം പറഞ്ഞിരുന്നു അല്പം മുമ്പ്. അപ്പോൾ അല്പം മുമ്പ് പറഞ്ഞത് ഇങ്ങനെയാണ്. ഇതേ പ്രസ് ക്ലബ്ബിൽ വെച്ചാണല്ലോ അദ്ദേഹം പറഞ്ഞത് കേരളം യാചിക്കാൻ നടക്കുന്നു. ആരുടെ പേര് പറഞ്ഞോന്നില്ല, കേരളമാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയായിരിക്കും പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, കേരളം യാചിക്കാൻ നടക്കുന്നില്ല. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇവിടുത്തെ MLA-മാരും ഡൽഹിയിൽ പോയിരുന്ന് ഞങ്ങൾക്ക് കിട്ടാനുള്ളത് തരണമെന്ന് പറഞ്ഞ് സമരം ചെയ്തതിന് ഞങ്ങൾക്ക് അന്തസ്സുണ്ട്, ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അവരെന്ത് പറഞ്ഞോട്ടെ, ഈ നാട്ടിലെ പാവപ്പെട്ട പ്രായമായ ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാനും, ഈ നാട്ടിലെ സാധാരണ രോഗികൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രി പണമെത്തിച്ചു കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടിയിട്ട് സമരം ചെയ്തു. ഡൽഹിയിൽ പോയി സമരം ചെയ്യുന്നത് യാചനയാണ് എന്ന് വി മുരളീധരൻ കണ്ടാൽ അത് ജനങ്ങളതിന് മറുപടി പറഞ്ഞോളും. അതുപോലെ ഇന്ന് വന്ന കേസിൻ്റെ വിധി, ആ വിധി അദ്ദേഹം മനസ്സിലാക്കുന്നത് കേരളത്തിന് നഷ്ടമാണെന്നാണ്. കേരളത്തിനെന്ന് മാത്രമല്ല, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കാകെ മെച്ചപ്പെട്ടൊരു വിധിയാണ്. കാരണം കേന്ദ്രത്തിന് ഏകപക്ഷീയമായി ഇങ്ങനെ ഡിനേ ചെയ്യാൻ പറ്റും. അവർക്ക് ഇഷ്ടമുള്ളിടത്ത് കൂടുതൽ കൊടുക്കാം, ഇഷ്ടമില്ലാത്തടത്ത് കുറച്ച് കൊടുക്കാം, സംസ്ഥാനങ്ങൾക്ക് അർഹമായത് കൊടുക്കാതിരിക്കുക. കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, നമുക്ക് സവിശേഷമായ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ സ്കൂളും കോളേജും റോഡും ആശുപത്രിയൊക്കെ ഉണ്ടായി, അതുകൊണ്ട് ഇനി പണം തരണ്ട. പക്ഷേ നമുക്ക് പ്രവാസികളുടെ പ്രശ്നമുണ്ട്. നമുക്ക് ഓൾഡ് ഏജ് പോപ്പുലേഷൻ ഏറ്റവും കൂടുതലാണ് ഇന്ത്യയിൽ. 20%. നമുക്കിപ്പോൾ ഇന്ത്യയിൽ ആകെയുള്ള ജനസംഖ്യയെ 10-16% ഈ പ്രായമുള്ള ഒറ്റ സ്റ്റേറ്റിലേ ഉള്ളൂ, കേരളത്തിലാണ്. ഇന്ത്യയുടെ ആവറേജ് 7%. അപ്പോൾ ഇങ്ങനെ പല മേഖലയിൽ നമുക്ക് കിട്ടേണ്ട പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും പരിഹരിക്കാൻ നിലപാടെടുക്കാത്തതിനെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്തത് പിന്നെ ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഉന്നയിച്ചത്. ഭരണഘടനാ ബെഞ്ചിൽ വിടണമെന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ ഏറ്റവും വലിയൊരു നേട്ടം തന്നെയാണ്. അതിനകത്ത് കേരളം പൊരുതി മുന്നോട്ട് കൊണ്ടുവന്ന ഈ വിഷയം ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായ നീതിന്യായ കോടതി തന്നെ കേൾക്കാനായിട്ട് തയ്യാറായി എന്നുള്ളത് ഏറ്റവും വലിയ വിജയമാണ്. പക്ഷേ ഇപ്പോഴും അതിനെതിരായിട്ടാണ്, കേരളത്തിലെ ജനങ്ങൾക്കെതിരായിട്ടാണ് വി മുരളീധരൻ പറയുന്നത് എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയും. അദ്ദേഹം അക്കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും പറയുന്നത്. അദ്ദേഹം ഈ കേരളത്തിലെ ജനങ്ങൾ ശ്വാസം മുട്ടിയാലാണ് BJPക്ക് ഒരു മെച്ചം വരുന്നതെന്ന് കരുതുന്നുവെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം.